അങ്ങനത്തെ ഒരു നീണ്ട ഇടവേളക്ക് ശേഷം നാത്തൂനും പിള്ളേരും എത്തിയിട്ടുണ്ട്. ഇപ്രാവശ്യം ഇവർ മാത്രമല്ല കേട്ടോ, അളിയനും കൂടെ ഉണ്ട്. അളിയൻ ഗൾഫിൽ നിന്ന് നാട്ടിൽ വന്നിട്ടുണ്ട്. ഇപ്പം ആളില്ലാത്തത്, ആൾക്കൊരു നിക്കാഹ് ഉണ്ടായിട്ട് അങ്ങോട്ട് പോയി. ഇവർ വീട്ടിലേക്ക് വന്ന് നിക്കാഹ് കഴിഞ്ഞിട്ട് അളിയൻ വീട്ടിലേക്ക് വരും കേട്ടോ. അപ്പോൾ ഇവർ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ബീഫും അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ വേണമായിരുന്നു, അത് വാങ്ങാൻ വേണ്ടിയിട്ട് പോയി. ഷിനാജിൻ്റെ കൂടെ ഞാനും വലിഞ്ഞു കയറി പോയത് നമുക്ക് കേക്ക് വാങ്ങാനുണ്ടായിരുന്നു. അതായത് 100K അടിച്ചതിൻ്റെ കേക്ക് നമുക്ക് ചെയ്തു തരാമെന്ന് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ പോയതാണ്. ആൾ കുറച്ച് ക്യാമറ ഷൈയാണ് കേട്ടോ. നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുതരാമെന്ന് പറഞ്ഞതാണ്. അപ്പം നമ്മൾ എന്തായാലും കോട്ടോപ്പാടത്ത് ഇറച്ചി വാങ്ങാൻ പോകുന്നുണ്ട്, അപ്പോൾ അതുവഴി വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതും വാങ്ങി നമ്മൾ വീട്ടിലെത്തി. നമ്മുടെ കേക്കിൻ്റെ കൂടെ ഈ ഒരു ഐറ്റം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് മിൽക്ക് കേക്കാണ്. ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ. കുറേ നാളായിട്ട് കഴിച്ച് നോക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു സാധനമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അസ്വാനെ ഞാൻ എൻ്റെ കൂടെ പിടിച്ചിരുത്തിയതാണ് കേട്ടോ. അവൾ എണീറ്റ് അവളുടെ പാട്ടിന് പോയി. പിന്നെ വീഡിയോയിൽ ചെറിയ ക്ലാരിറ്റി കുറവുണ്ട്, മഴ പെയ്തിട്ട് ആകെ മൂടിക്കിടക്കുമായിരുന്നു കേട്ടോ. വെട്ട ഒരു തുള്ളി ഇല്ലായിരുന്നു. അതൊക്കെ പോട്ടെ, കേക്ക് അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ലായിരുന്നു. നമ്മൾ ഒരു ബൈറ്റ് കഴിച്ചാൽ പിന്നെയും പിന്നെ ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും. അതിൻ്റെ ടേസ്റ്റ് കാരണം എൻ്റെ അപ്പുറം ഇപ്പുറം ഇരിക്കുന്ന പിള്ളേരെ വരെ ഞാൻ മറന്നു കേട്ടോ. പിന്നെ അല്ലൂനും അസുവാക്ക് ഞാൻ വെച്ച് കൊടുത്ത്. ഇനിയിപ്പോൾ ബാക്കിയുള്ളവർ കഴിച്ചിട്ട് എന്താ പറയുന്നത് നിങ്ങൾ കേട്ടോ. അതോ ഇതെന്താ ഫുൾ ടോസറോ? ഈ കഴിച്ചവരൊക്കെ മുഖത്തെ എക്സ്പ്രഷൻ നോക്കി. ഒരു പ്രാവശ്യം കഴിച്ചാൽ പിന്നെയും പിന്നെയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം ഇത് കഴിച്ചാൽ അങ്ങനെ നിർത്താൻ തോന്നത്തില്ല നമുക്ക്. പിന്നെ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് നല്ല രീതിയിൽ എല്ലാവർക്കും കഴിക്കാൻ കിട്ടി കേട്ടാ. എന്തായാലും മിൽക്ക് കേക്ക് പാത്രം അപ്പൊ തന്നെ കാലിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമുക്ക് കേക്ക് ചെയ്തെന്ന ആളുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം, കമന്റ് ബോക്സിലും കൊടുത്തേക്കാം കേട്ടോ. ആർക്കെങ്കിലും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ പുറത്ത് പോകാൻ ഇറങ്ങിയ അപ്പാസുവാക്ക് കൂടെ പോകണം. അങ്ങനെ അവർ രണ്ടുപേരും കടയിലൊക്കെ പോയിട്ട് വന്ന് അത് കഴിഞ്ഞിട്ട് അളിയൻ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ കട്ടിലോട്ട് ഫുള്ള് കൊട്ടിയിട്ടിട്ടുണ്ട്. കുറച്ചധികം സാധനങ്ങൾ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. സോപ്പ്, പൗഡർ, മിഠായി, പിന്നെ പെർഫ്യൂം, പാൽപ്പൊടി, പിന്നെ എനിക്കൊരു കൂട്ടം ഡ്രസ്സ്, ഹെയർ ബാൻഡ്, ഹെയർ ക്ലിപ്പ്, പിന്നെ മെയിൻ ആയിട്ട് എന്ത് ഈ ഒരു കുനാഫ ചോക്ലേറ്റ്, അത് മസ്റ്റായിട്ട് കൊണ്ടുവരണമെന്ന് ഞാൻ അളിയനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ട് ഭയങ്കര കൊതിയായിരുന്നു കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. ഇത് ട്രൈ ചെയ്യുന്ന എന്തായാലും ഞാൻ വേറെ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അളിയൻ നിക്കാക്ക് കഴിഞ്ഞിട്ട് വന്ന് അളിയൻ കുറച്ച് ക്യാമറ ചെയ്യാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത ഷോർട്സ് ആയിട്ട് ഇടാവേ.